ഞാനേ ചെറിയൊരു പാക്കിങ്ങിലാണ്. വേറൊന്നുമല്ല, നാളെ ഞാനിവിടുന്ന് തിരിച്ച് അഞ്ചേൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അഞ്ചേൻ്റെ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നത് കൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ തിരിച്ച് ചെറുതായിട്ട് ബാസ്ക്കറ്റിലും ബാഗിലൊക്കെ ആയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഒരാഴ്ച ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, ഒരാഴ്ച ഇവിടെ നിന്നു. ഇനിയിപ്പോൾ നാളെ എൻ്റെ ബ്രദർ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ മുന്നെയൊക്കെ ഇങ്ങോട്ട് വരാൻ നേരത്ത് കൂടെ എൻ്റെ മാത്രം ഡ്രസ്സായിരുന്നു. പിന്നെ പാറക്കുട്ടൻ വന്നതിന് ശേഷം എന്തായി, പാറക്കുട്ടൻ്റെ ഡ്രസ്സുകൾ എൻ്റെ ഡ്രസ്സും. ഇപ്പം നമ്മുടെ രുദ്രക്കുട്ടനും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും ഒരു 3-4 കവർ തന്നെ, അതായത് പാറുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ബുക്ക്, എൻ്റെ ലാപ്ടോപ്പ്, ബേബിക്ക് എപ്പോഴും രുദ്രക്കുട്ടൻ്റെ എപ്പോഴും ഡ്രസ്സൊക്കെ മാറണമല്ലോ. അപ്പോൾ രുദ്രക്കുട്ടൻ്റെ കുറേ ഡ്രസ്സ്, പിന്നെ അങ്ങനെ എല്ലാം കൂടെ ഒരു 3-4 ഒരു ബാഗും. അവളുടെ ഞാൻ ബാസ്ക്കറ്റോട് കൂടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മൾ കാറിനാണല്ലോ പോകുന്നത്, അപ്പോൾ ഈസി ആയിരിക്കും. അവളുടെ തുണികൾ എന്തോരം വേണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ബാസ്ക്കറ്റിൻ്റെ അകത്ത് അവളുടെ തുണികളെല്ലാം കൂടെ ഡംപ് ചെയ്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇനി തിരിച്ച് ഇതുപോലെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം, കാരണം ഇത് നമുക്ക് ഇനിയിപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ബാസ്ക്കറ്റ്. അതുകൊണ്ട് ഇനി ഇതൊക്കെ എല്ലാം വീണ്ടും ഒന്നെന്നും പറഞ്ഞ് വീണ്ടും പാക്ക് ചെയ്യണം. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ ജസ്റ്റ് പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 6 മാസത്തെ ലീവിന് വന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മാസം പൂർത്തിയായി. അപ്പോൾ എന്താ, ഇറ്റ് ഈസ് ടൈം ടു സേ ബൈ ടു മൈ ഹോം. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് വിഷമമല്ല, എന്നാൽ പോലും എന്തൊക്കെയോ ഒരു ഇമോഷൻസ് വരുന്നു. കല്യാണം കഴിഞ്ഞ് നമുക്കറിയാം, നമുക്ക് കല്യാണത്തിൻ്റെയൊക്കെ ഒരു കല്യാണത്തിൻ്റെ ഡേറ്റ് ഒക്കെ അടുത്ത് വന്നതിൻ്റെ ഒരാഴ്ച, ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് തന്നെ എൻ്റെ മുറിയിലേക്കൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു 70% പെണ്ണുങ്ങൾക്കും ഇതേ ഫീലിങ്സിലൂടെ കടന്നു പോയവരായിരിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാണ്. വേറൊന്നുമല്ല, ഇങ്ങനെ രാത്രി കിടക്കാനൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റൂമൊക്കെ കണ്ട് ദൈവമേ ഇനി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ പോകുമല്ലോ, ഇനിയിപ്പോൾ ഈ റൂമിലൊക്കെ ഞാൻ ഒരു ഗസ്റ്റായിട്ടായിരിക്കുമല്ലോ, എൻ്റെ അലമാര, എൻ്റെ റൂം, ബെഡ്, അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നമ്മൾ മാരേജ് കഴിഞ്ഞാലും ഗസ്റ്റ് അല്ല, നമ്മുടെ സ്വന്തം വീടാണ്. എന്നാൽ പോലും ഇപ്പം നമുക്കറിയാലോ, ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി 1 മാസമൊക്കെ ഒരാവശ്യമില്ലാതെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. നമ്മുടെയൊക്കെ ഇപ്പോഴും കുറേ പുരോഗമനമൊക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും എന്തൊക്കെ ചോദിക്കും നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്ന് നിൽക്കുന്നതിനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളൊരു ടൈമല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ നിൽക്കും. പിന്നെ ഞാനൊരു ലോങ് ഒരു 2-3 months വന്ന് നിന്നത് പാറുവിൻ്റെ ഡെലിവറിക്കായിരുന്നു കേട്ടോ. പാറുവിൻ്റെ ഡെലിവറി കഴിഞ്ഞും ഇതുപോലെ തന്നെ ഒരു 3 months ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 ദിവസത്തേക്കൊക്കെയാണ് ഇവിടെ നിൽക്കാൻ വരുന്നതെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പോകുന്ന നേരത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ച അതിൽ കൂടുതൽ ദിവസമൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പം ഞാൻ വീണ്ടും പഴയതുപോലെ എൻ്റെ റൂമൊക്കെ ആയിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ് വരും. അപ്പോൾ വീണ്ടും തിരിച്ചു പോകുമ്പോഴത്തേക്കും കുറച്ച് സെൻറ്റിമെൻറ്റ്, എനിക്ക് അങ്ങോട്ട് പോകാനേ തീരെ താല്പര്യം ഉണ്ടാവില്ല. ഈ കാറിലൊക്കെ കയറി പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ വീടൊക്കെ കഴിയുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമുണ്ടാവും. ഇപ്പോൾ ഇതേ 3 മാസം കഴിഞ്ഞ് അവിടെ കൂട്ടിക്കൊണ്ടാക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കരയുമായിരിക്കുന്നു, കാരണം പാറിൻ്റെ ടൈമിൽ ഞാൻ കരഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ നിന്നത്, കരഞ്ഞൊന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ എല്ലാവരും പറഞ്ഞു വിട്ടു തിരിച്ച് അങ്ങനെ. അപ്പോൾ ഈ പ്രാവശ്യവും ഈ പറഞ്ഞ പോലെ കുറേ ദിവസം നിന്നിട്ട് പോകുമ്പോൾ കുറച്ച് ഇമോഷൻസ് ഉണ്ട്. എന്നാൽ പോലും പിന്നെ അന്ന് പാറുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ആ ഒരു 3 മാസം കഴിഞ്ഞ് 3 മാസം നിന്നതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു കുറേ നാളുകൾ നിൽക്കുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ എല്ലാമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വരുന്നു. അപ്പോൾ എന്നാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണല്ലോ നമുക്കിങ്ങനെ വീടുമായിട്ട് വന്ന് നിൽക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്.
അതാണ്. പിന്നെ വേറെ എന്താ, അതേ ഞാൻ പോകുന്നിടത്ത് മമ്മി എനിക്ക് എടുത്ത് വെച്ച് ഇത് കൊണ്ടുപോകാനായിട്ട് തന്നേക്കുന്ന കേട്ടോ. ഒരു മിൽക്ക് കിച്ചൺ ട്രഷർ കൊടുക്കുന്നത് നമ്മുടെ കടയിൽ നമ്മൾ ഇവരെയൊക്കെ പ്രോഡക്റ്റ് എടുക്കുന്നതുകൊണ്ട് അവർ വൺസ് ഇൻ ഇയർ തരുന്ന ഒരു ഇതാണ്. ഇതുണ്ട് പാർക്കുട്ടന് ചോറ് കൊണ്ടുപോകാനായിട്ട്. ഇത് മറക്കാതെ എടുത്ത് വെച്ചേക്കണം എന്നും പറഞ്ഞ് മമ്മി എനിക്ക് എടുത്ത് വെച്ചേക്കുന്നതാണ്. പാറിന് സ്കൂളിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാനായിട്ട്. പാറിന് ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഇച്ചിരി കൂടെ വലുതാണ്. കാരണം പാറിൻ്റെ അത് ചെറുതാണ്. ഇതിൽ പാറിന് ചോറ് ഇപ്പോഴത്തെ ഒരു ഏജിൽ കഴിക്കാനുള്ള നല്ല സാധനം കേട്ടോ. കിച്ചൺ ട്രഷറിൻ്റെ ആണ് ഇത്. അവരുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ അങ്ങനെ വെളിയിലൊന്നും കിട്ടില്ല. യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പക്ഷെ ഇതിൽ നമുക്ക് ഒരു കറിയാണ് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും കറിപ്പാത്രം നമ്മൾ രണ്ട് കറിയൊക്കെ ഉള്ളപ്പോൾ വേറൊരു കറിപ്പാത്രം കൂടെ എക്സ്ട്രാ വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ എൻ്റെ പാക്കിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ ഒരു രാവിലെയോടുകൂടി ഞാൻ തിരിച്ചു പോകും. വീടിനോട് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റ പറഞ്ഞു. ഒരു 2-3 മാസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാൻ, 3 മാസം 4 ദിവസം എപ്പോഴാണെന്നറിയില്ല, ചാൻസ് കിട്ടുമ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇത്രയും നാൾ നിൽക്കാൻ പറ്റുമെന്നാണ് ഇത്. കൂടിപ്പോയ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ എന്താ, അങ്ങനെ ഡെലിവറിക്ക് വന്നതുകൊണ്ട് ഇങ്ങനെ കുറേ നാൾ നിൽക്കാൻ പറ്റി. പിന്നെ എന്താണ്, ഈ ഡെലിവറിക്ക് വന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തത് പഞ്ചാബിൽ തന്നെ സെക്കൻഡ് ഡെലിവറി നാട്ടിലേക്ക് വരണ്ട, പഞ്ചാബിൽ തന്നെ നമുക്ക് നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. നാട്ടിൽ വെച്ചായിരുന്നു ഡെലിവറി. അപ്പോൾ ഇവിടെ ഡെലിവറി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മമ്മിയും അമ്മയുണ്ടായിരുന്നു, അഞ്ചേട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു. 2 അമ്മമാരും കൂടെ അവരായിരുന്നു എൻ്റെ പ്രസവ ശുശ്രൂഷകളെല്ലാം ചെയ്തത്. എന്നെ കുളിപ്പിച്ചതും വാവേനെ കുളിപ്പിച്ചതും എല്ലാം മമ്മിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ഒപ്പീനിയൻ പറയുകയാണ്. കാരണം അവർക്കൊരു ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ആ ഒരു ഏജിൽ നമ്മുടെ ഡെലിവറി ഒക്കെ കഴിയുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം എനിക്ക് ആദ്യത്തെ പാറുവിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു വില മനസ്സിലായത് അന്നേരം കേട്ടോ. അത്രയും ലൈഫിൽ അത്രയും നാളും അത്രയും ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രസവമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു അത്രയും ഇമോഷൻസൊക്കെ ഇങ്ങനെ നമുക്കറിയാലോ, ദേഷ്യവും സങ്കടവും എല്ലാം വരുന്ന ആ ഒരു ടൈമിൽ അവരുടെ ആ ഒരു സപ്പോർട്ട് അതൊക്കെ ഭയങ്കര വാല്യുബിൾ ആണ്. ഞാനതൊക്കെ അന്നേരമാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡും വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ അവർക്ക് മമ്മിയൊക്കെ ആണെങ്കിലും ഇതെല്ലാം നോക്കണം, അവർക്ക് കഷ്ടപ്പാടാണല്ലോ. അപ്പോൾ ഞാൻ വന്നോ വേണ്ടയോ എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷെ ഇവിടെ വന്നു അടിപൊളിയായിട്ട് എല്ലാം മമ്മിയും അമ്മയും കൂടെ ചെയ്തു തന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇപ്പം എല്ലാവരും അത്യാവശ്യം എല്ലാവരും ഇപ്പം ഈ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോൾ എല്ലാവരും ഫിനാൻഷ്യലി സെറ്റിൽ ആവുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആളെയൊക്കെ നിർത്തി ഡെലിവറി ചെയ്യാം. പിന്നെ പ്രസവ ശുശ്രൂഷകളൊക്കെ പൈസയൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാവുന്നൊരു കാലമാണ്. എന്നാൽ പോലും നമ്മുടെ അമ്മമാർ അവരുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അവർ ഇത്തിരി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു ഡെലിവറിയൊക്കെ നടന്നാലാണ് അതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. നമ്മുടെ അമ്മമാരുടെ ശരിക്കുള്ളൊരു സ്നേഹം. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ 2 അമ്മമാരും ഈ പ്രാവശ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 2 പേരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് വളരെ നന്നായിട്ട് വലിയ ഡിപ്രഷനിലേക്കൊന്നും പോവാതെ 2 പേര് പാറും കുഞ്ഞാവയും കൂടെ ഉള്ളതുകൊണ്ടാണ് 2 പേരുണ്ട്. പാറു ഉള്ളതുകൊണ്ടാണ് അഞ്ചേട്ടൻ്റെ അമ്മയും നമ്മുടെ കൂടെ നിന്നത്. കാരണം ബേബീനെ 2 പേരെയും കൂടെ ഒരാളുകൾ നോക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ പ്രസവ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 5 months എല്ലാം കൊണ്ടും വളരെ നന്നായിട്ട് നമ്മുടെ ബേബീനെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ദൈവം ബേബീനെ തന്നു. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും അവളുടെ ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. ജോലി, പാറുൻ്റെ ക്ലാസ്, നമ്മുടെ ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ലൈഫ്, അങ്ങനെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ലൈഫിലേക്ക് തിരിച്ചു പോകേണ്ട ഒരു ടൈം എത്തിയിരിക്കുകയാണ്. അപ്പം ഞാനിനി എൻ്റെ പാക്കിങ് കൂടെ കഴിയട്ടെ. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ റൂമിനോടും എൻ്റെ വീടിനോടും എൻ്റെ മമ്മീനോടും പപ്പേനോടും എൻ്റെ ചേട്ടായനോടൊക്കെ ഒരു
എന്താ ഒരു ബൈ പറഞ്ഞു പോകാനുള്ള ടൈമായി. ഇനി ഞാൻ ഈ ഒരു 4 മാസം 3 മാസം കഴിഞ്ഞ് വീണ്ടും കാത്തിരുന്ന് അവരുടെ അടുത്ത് പറഞ്ഞെത്തണം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പാക്കിംഗ് ഒക്കെ നടത്തട്ടെ. നാളെ പോകുമ്പോൾ പോകുന്നതിൻ്റെ വീഡിയോ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങാൻ നേരമായി. ഞങ്ങളപ്പോൾ ഇത് ഒരു ബാഗ് ഇവിടെ അടിച്ചുകൊണ്ട് പോകണമാണ്. അപ്പോൾ ഒരു 5 മാസത്തെ വെക്കേഷന് ശേഷം തിരിച്ച് വീണ്ടും എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെയ്യാം. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താ, എൻ്റെ ബ്രദർ കൊണ്ടാക്കി. ഇനിയിപ്പോൾ പോകാനായിട്ട് കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെന്താ, ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയിലേക്ക് മഴയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.